ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ തിങ്കിൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. അതായത് നാളെ നിങ്ങൾക്കിതിൻ്റെ റേറ്റ് ഇട്ട് എല്ലാത്തിൻ്റെയും റേറ്റ് ഇട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. ഇന്ന് ഞാൻ കുറച്ചേറെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ പ്ലാന്റ്സ് ഓരോന്നായിട്ട് ഞാൻ കോക്കോപിറ്റും ചെറിയ രീതിയിലുള്ള സോയിലും ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അയച്ചു തരുന്ന പ്ലാന്റ്സ് നിങ്ങളതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ റൂട്ട് ഇളകാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അത് പിടിച്ച് ഊരിയാൽ അതിൻ്റെ റൂട്ട് പോകുന്നതാണ്. ഈ ഇടയ്ക്ക് ഒരാളിതുപോലെ പെട്ടെന്ന് അത് പിടിച്ചു പൊക്കിയത് കൊണ്ട് അതിൻ്റെ റൂട്ട് നഷ്ടമായി. അത് എനിക്കും വിഷമമാണ്. നിങ്ങളെക്കാൾ ഏറെ എന്നോട് ഓർഡർ ചെയ്ത പ്ലാന്റ്സ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങളുടെ ഒരു പ്ലാന്റ്സ് നഷ്ടമാകുമ്പോൾ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വേദന എനിക്കാണ്. കാരണം എനിക്കത് വീണ്ടും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാവർക്കും അടുത്ത പ്ലാന്റ്സിൻ്റെ ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതിലൊന്നും വിഷമിക്കേണ്ട. അയച്ചു തരുന്നതിനൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് പാക്ക് ചെയ്യാനൊക്കെ വീണ്ടും നമുക്ക് ഓരോ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവർ നീക്കം ചെയ്തതിന് ശേഷം വേര് റൂട്ട് പോകാതെ എല്ലാം റൂട്ടുള്ള പ്ലാന്റ്സുകളാണ്. തിങ്കിൾ ടിപ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയെന്ന് വെച്ചാൽ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ അയച്ചു തരുന്നത്. അത് തന്നെയുമല്ല, ഞാൻ സ്വന്തമായിട്ട് ഇവിടെ കുറേയേറെ ചെടികൾ റൂട്ടാകാൻ വേണ്ടി വെച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സും ഇഷ്ടം പോലെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് DTDC ചാർജിൻ്റെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ പ്ലാന്റ്സ് ഞാൻ വെക്കുന്നത്. അന്നേരം എല്ലാവരും മനസ്സിലാക്കണം, റൂട്ട് പോകാതെ പെയ്യെ സമാധാനത്തെ കട്ട് ചെയ്തെടുത്ത് ഞാൻ പറയുന്നില്ല നിങ്ങളോട് പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടണമെന്ന് പോലും പറയുന്നില്ല. കാരണം നല്ല രീതിയിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും എടുത്തു വെക്കുന്നത്. അന്നേരം നമ്മൾ ശ്രദ്ധയോടെ തന്നെ അത് റൂട്ട് പോകാതെ എടുക്കാം. അതുപോലെ നമുക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം സെയിലിനായിട്ടുണ്ട്. പിന്നെ അത് ചിലർ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവർ വിചാരിക്കുന്നത് പോട്ടോട് കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് എന്നാണ്. അല്ല, പോട്ടോടുകൂടി എനിക്ക് അയച്ചു തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പോട്ടോടുകൂടി വേണേലും ഞാൻ അയച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് 1000-2000 രൂപയൊക്കെ പോട്ടോടുകൂടി അയച്ചു തന്നാൽ അത് നമുക്ക് DTDCയുടെ ചാർജ് വരും. അതുകൊണ്ടാണ് ആ പ്ലാന്റ്സ് അതിൽ നിന്നും എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ സോയിലും കോക്കോപിറ്റും ആഡ് ചെയ്തുകൊണ്ട് ആ പ്ലാന്റ്സ് നമ്മൾ നല്ലതുപോലെ കവർ ചെയ്ത് സേഫ്റ്റി ആയിട്ട് അയക്കുന്നത്. അല്ലാതെ പോട്ടോടുകൂടി അയച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആരും കംപ്ലൈൻ്റ് ഒന്നും പറയണ്ട. ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഇന്നലെ വന്നു. അതായത് പോട്ടോടു കൂടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പോട്ടോടുകൂടി നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ആ മാഡത്തിനോടും പറയുകയാണ് അത് മനസ്സിലാക്കണമെന്നും. അതുപോലെ നിങ്ങളുടെ ക്യാഷിന് എനിക്കും നല്ല വിലയുണ്ട്. കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസയാണ് ഒരു പ്ലാന്റ്സിനോടുള്ള സ്നേഹം കൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എനിക്കും അത് മനസ്സിലാകും. നിങ്ങളുടെ പൈസ അല്ലാതെ നമുക്ക് ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് ഞാൻ അയച്ചു തരുന്നത്. അതിലൊന്നും നിങ്ങളുടെ പൈസയെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ ഇതുപോലെ ഞാൻ ഒരു വീഡിയോസ് കൂടി ഇടും. കാരണം വീഡിയോസ് ഇടാൻ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് കലാത്തിയായും അഗ്ലോണിമയും ഒക്കെ കുറച്ച്, അഗ്ലോണിമയുടെ എല്ലാം ഒന്നും ഞാൻ വീഡിയോസ് ഇടുന്നില്ല. കലാത്തിയെ കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഇടുന്നുണ്ട്. അഗ്ലോണിമയും കുറച്ച് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അത് നാളെ ഇടാം. കാരണം ഇന്ന് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആകാൻ എനിക്ക് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് 2 ദിവസമാകും. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റത്തെ ഒരു വീഡിയോസാണ് ഇടുന്നത്. ഒരു 10 മിനിറ്റത്തെ വീഡിയോസിലായിരുന്നെങ്കിൽ നമ്മുടെ അഗ്ലോണിമ സെയിലിനുള്ളത് കൂടി ഇടാമായിരുന്നു. പക്ഷേ ഇടുന്നില്ല. നാളത്തെ വീഡിയോസിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. നാളെ ഇതിൻ്റെ എല്ലാം റേറ്റ് ഇട്ട് ഞാനൊരു വീഡിയോസ് ഇടുന്നുണ്ട്. ഈ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ വയലറ്റാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഈ വയലറ്റ്, ഇതിൻ്റെ വൈറ്റും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ല കാണാൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു പോട്ടിൽ നട്ടാലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ അവൈലബിളാണ്. കണ്ടില്ലേ, നമുക്ക് എക്സോറയുടെയൊക്കെ കുറച്ചേറെ പ്ലാന്റ്സ് ഉണ്ട്. കലാത്തിയ, അതുകൊണ്ടൊക്കെ തന്നെ ഡ്രസീനിയ പ്ലാന്റ്സ്, ഇതൊക്കെ ഞാൻ ഒന്നുകൂടി ഇട്ടെന്നേ ഉള്ളൂ. നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. നാളെ ഏതായാലും ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇട്ട് ഇടുന്നുണ്ട്.
ആവശ്യമുള്ളവർ അപ്പോൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ അപ്പോൾ വാട്സപ്പ് വരണം. ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളുടെ എല്ലാം ഞാനിന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഷെഫ്ലേറയുടെ തൈകൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. അതുപോലെ നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ഇപ്പം കുറച്ചുകൂടി അത് വളർന്നിട്ടുണ്ട്. പീനട്ട് ബട്ടറിൻ്റെ തൈകളും നമുക്ക് അവൈലബിളാണ്. ഇത് നമ്മുടെ ശലഭച്ചെടിയാണ്. ഗാർഡൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ശലഭച്ചെടി നട്ടാൽ ഇതിനകത്ത് കുറച്ചേറെ ഫ്ലവർ വിരിയും. അപ്പോൾ ഈ ചിത്രശലഭങ്ങൾ ഇതുപോലെ തേൻ കുടിക്കാനായിട്ട് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചത്. ഇതൊക്കെ ഇക്സോറയുടെ തൈകളാണ്. ഇക്സോറയുടെ നമ്മുടെ തെച്ചിയുടെ തൈകൾ, തെറ്റിപ്പൂ എന്നൊക്കെ പറയില്ല, അതിൻ്റെയാണ്. അതിൻ്റെ നമുക്ക് കുറച്ചേറെ അവൈലബിളായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം. ഇതേ സെയിം തൈകളാണ് എല്ലാം. ഇവിടെ കണ്ടില്ലേ, ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം. ഞാൻ നാളെ റേറ്റ് ഇട്ടിടുന്നുണ്ട്. ഇതൊക്കെ കുറഞ്ഞ റേറ്റാണ് ഇതിനെല്ലാം. യെല്ലോയും റെഡും പ്യുവർ റെഡും അതുപോലെ തന്നെ പിങ്കും ഒക്കെ ഉണ്ട്. ക്യാറ്റ്സ് ഗ്ലോയുടെ തൈകളുണ്ട്. അതുപോലൊക്കെ തന്നെ ചൈന ഡോളിൻ്റെ തൈകളും ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ റൂട്ടാകാൻ വെച്ചിരിക്കുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം. പെക്കോമ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് അവൈലബിളാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം.